ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടറായിരുന്ന ജയകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് സസ്പെൻഷൻ. ജയിൻ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? അഭിലാഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിൽ ഏതാണ്ട് 65 മെട്രിക് ടൺ അരി കാണാനില്ല എന്ന് കണ്ടെത്തിയത്. അതായത് നമുക്കറിയാം, ഇടമലക്കുടി എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ പഞ്ചായത്താണ്. അവിടെ ദുർഘടമായ പാതയിലൂടെ വേണം ഈ അവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കാൻ. അങ്ങനെ 2-3 മാസത്തേക്കുള്ള അരി ആ പ്രദേശത്തെ റേഷൻ കടകളിൽ സ്റ്റോക്ക് ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ ഗോഡൌണിൽ നിന്നും വിതരണത്തിനെത്തിച്ച അരി ആ ഗോഡൌണിൻ്റെ റേഷൻ കടകളുടെ സ്റ്റോക്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നത്. അന്വേഷണത്തിൽ ഈ 2 റേഷൻ കടകളുടെ ലൈസൻസ് എന്ന് പറയുന്നത് ഇടമലക്കുടി ഗിരിജന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഗുരുതര വീഴ്ച ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസർ കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതായിരുന്നു. കൃത്യമായി അരി വിതരണം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അരി കൃത്യമായി ആളുകൾക്ക് എത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഞ്ജയ് നാഥ് അടക്കം 2 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതായത് അവിടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഭക്ഷ്യ കമ്മീഷണർ അവിടെ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു. അവിടെ വിതരണത്തിന് എത്തിക്കുന്ന അരി ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം നേരിട്ട് ഒരു പരാതി എന്ന് പറയുന്നത്. പലപ്പോഴും കിലോമീറ്ററുകൾ നടന്ന് റേഷൻ കടയിൽ എത്തുമ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞ് ടോക്കൺ നൽകി മടക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ടോക്കണായിട്ട് വരുമ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അരി നിഷേധിക്കുന്ന ഒരു സമീപനം അവിടെയുള്ള റേഷൻ കടകളിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. റേഷൻ തട്ടിപ്പിൽ 2 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത്.